ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ബ്ലാക്ക് പേൾ റൈസ് കൊണ്ട് ഒരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ബ്ലാക്ക് പേൾ റൈസ് ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാണാൻ സാധ്യതയുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം ഇതെനിക്ക് ലണ്ടനിൽ നിന്ന് എൻ്റെ നീസ് കൊണ്ട് തന്നതാണ് ബ്ലാക്ക് പേൾ റൈസ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ലൈക്ക് ചോറായിട്ട് കഴിക്കാം, ഇത് കുറുക്കി പോറിച്ച് പോലെ കഴിക്കാം, ഇത് പൗഡറാക്കിയിട്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. ഇത് ബ്ലാക്ക് റൈസിൻ്റെ തന്നെ പൗഡർ ഐ ഗോട്ട് ഫ്രം ബാംഗ്ലൂർ. എൻ്റെ മോള് ഹാർവസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് മേടിച്ചു തന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു രണ്ട് ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു ഇടിയപ്പവും പിന്നെ ഒരു കൊഴുക്കട്ടയും. എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പുട്ടൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. പക്ഷേ സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അത്രയും വെള്ളം നമുക്ക് ഇതിന് എടുക്കണ്ട. കാരണം അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം എടുത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ ഒഴിച്ചൊഴിച്ച് എത്ര വേണമെന്ന് ആവശ്യം നോക്കി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് നമുക്ക് വേണ്ട. ഈ ബ്ലാക്ക് റൈസിൻ്റെ ഉപയോഗങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ബെനിഫിറ്റുള്ള ഒരു ഐറ്റമാണിത്. അതായത് ഹെൽത്തിന് വളരെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. നല്ല ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ റിച്ച് ഇൻ ഫൈബർ, മിനറൽസ്. പിന്നെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് വളരെ നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ട് മിക്കവാറും ഒരുപ്പെട്ട ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനെന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു രസമാണ്, ഇതിൻ്റെ കളറൊക്കെ കാണാനായിട്ട് ഒരു രസമാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ഈ ചൈനീസ് പീപ്പിൾ അവർ അതും മറ്റേ വൈറ്റ് റൈസിൻ്റെ കൂടെ ഇത് സ്വല്പം ഇട്ട് പിന്നെ ബാക്കി പൾസസൊക്കെ ഇട്ട് ഒരു വളരെ വിഭവസമൃദ്ധമായ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ട്. അപ്പം ആ റൈസ് ഇങ്ങനെ നല്ല പെർപ്പിളായിട്ടിരിക്കും. ഈ കുറച്ച് ബ്ലാക്ക് റൈസ് ഇട്ടിട്ട് മറ്റേ വൈറ്റ് റൈസ് കൂടി ഇട്ടുണ്ടാക്കുമ്പോൾ ആ ബാക്കിയുള്ള റൈസിന് നല്ലൊരു പെർപ്പിൾ കളർ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോ അതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പം ഇടിയപ്പം ഉണ്ടാക്കി, നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ വരൂ, കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം. ചുമ്മാ എല്ലാവരും നമ്മൾ ഉണ്ടാക്കി നോക്കണമല്ലോ, അതല്ലേ നമുക്കത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചുമ്മാ ഒന്ന് പരീക്ഷിക്കുന്നേ. ചുമ്മാ വെറുതെയൊക്കെ ഇരിക്കുമ്പം ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുക. അപ്പം മനസ്സിനും ശരീരത്തിനും വയറിനും ഒക്കെ വായിക്കുമൊക്കെ ഒരു സുഖം ഉണ്ടാവുമല്ലോ. പിന്നെ മറ്റുള്ളവർക്ക് ഇതൊക്കെ ഇങ്ങനെ ഡിഫറെൻ്റായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഏറ്റവും ഉപരിയായിട്ടൊന്ന് ഷൈൻ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ വരും, എൻ്റെ കിച്ചണിലേക്ക് നമുക്ക് പോവാം. നമുക്ക് എൻ്റെ ഇടിയപ്പം കാണാം. അപ്പം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്: ബ്ലാക്ക് റൈസ് ഫ്ലോർ. ഇത് ബ്ലാക്ക് ഓർഗാനിക്, ഇത് രണ്ടും ഓർഗാനിക് കേട്ടോ. ഇത് ഓർഗാനിക് ബ്ലാക്ക് പേൾ റൈസ്. ഓക്കെ, അപ്പം ഉണ്ടാക്കി നോക്കുമല്ലോ. വരൂ. താങ്ക് യു. 2 കപ്പ് ബ്ലാക്ക് റൈസ് പൗഡർ എടുത്ത് അതിലേക്ക് ഇടിയപ്പത്തിനാവശ്യമായ കൺസിസ്റ്റൻസിയിൽ ചൂടുവെള്ളം ഒഴിക്കുക. ഇത് വളരെ സൂക്ഷിക്കണം, കാരണം ഇതിന് വളരെ കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഒഴിക്കുക. അതിനുശേഷം 7 oil ഒഴിച്ച് ഇടിയപ്പത്തട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പിഴിഞ്ഞൊഴിക്കുക. നല്ല ക്യൂട്ടാണ് കാണാൻ. കണ്ടോ, വെന്ത ശേഷം നമ്മുടെ ക്യൂട്ട് ചുന്ദരി ഇടിയപ്പം കണ്ടോ, എന്ത് രസമാണ് കാണാനല്ലേ. ഇത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു റൈസാണ്. ഇറ്റ്സ് കോസ്റ്റ്ലി ഓൾസോ, സോ പ്ലീസ് ട്രൈ ഇറ്റ് ഇഫ് യു ലൈക്ക് ഇറ്റ്. നല്ല മുട്ട റോസ്റ്റും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, ഒരു ഒന്നൊന്നര രുചിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കി. ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും, കാരണം ഇതിനൊരു ഡിഫറെൻറ്റ് കളറല്ലേ. പിന്നെ ഒരു രസമാണ്, ഇത് കാണാൻ ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. റാഗി പോലെ ഇരിക്കും, പക്ഷേ റാഗിയുടെ ടേസ്റ്റ് അല്ല. ഇത് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കൂ. ഇതിന് ഒത്തിരി ഗുണമുള്ള ഒരു റൈസാണിത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് എക്സ്പെൻസീവായിട്ടിരിക്കുന്നത്. ഞാനിത് ഹാർവസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച പൊടിയാണ്. ഇവിടെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് വാങ്ങിക്കാറ്.
അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഫീഡ്ബാക്ക് തരണേ പ്ലീസ്.